പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകണമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഒരു വ്ളോഗ് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ വെച്ചാണ് അന്ന് ഞാൻ അവളുടെ അടുത്ത് ഇഷ്ടമാണ് കുറേ കാര്യങ്ങൾ ലൈവ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സംശയിച്ച്, പിന്നെ അവസാനം അവളെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി, എന്തൊക്കെയോ സംസാരിച്ച്. അപ്പം ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് കാണണമെന്നില്ല. എൻ്റെ പഴയ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും നിങ്ങളാരും എടുത്ത് നോക്കരുത്. പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ട് ഈ വീഡിയോ തന്നെ കാണുന്നതെന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഞാൻ മൊത്തം പറയാം. ഇപ്പോൾ വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനമില്ല, എന്തൊരു വീഡിയോസ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അന്ന് ഇതേപോലെ ഞാൻ കുറേ നാൾ കൊണ്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ ചെറുപ്പത്തൊട്ടേ കണ്ട് ഇഷ്ടമാക്കി ചെന്നിതാക്കുന്നതാണ് കേട്ടോ. പെണ്ണിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പണ്ടോട്ടെ എനിക്ക് അവളുടെ വൺ സൈഡ് ലവ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പോൾ അവളിങ്ങനെ വണ്ടിക്കകത്ത് പോകുന്ന കണ്ട് ഞാൻ ഓൾറെഡി എറണാകുളം, അതേപോലെ ബാംഗ്ലൂർ, അതേപോലെ കോഴിക്കോട് ഇങ്ങനെയൊക്കെ ഹോട്ടൽ ജോബ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ഇവിടെ വന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്. അങ്ങനെ ഇതുവഴി വന്നപ്പോൾ പിന്നെയും കണ്ട് അവളുടെ അടുത്ത് വന്ന് ഇതേപോലെ വേറെ ആരുടെ അടുത്ത് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആകെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അന്ന് അവസാനമായിട്ട് കണ്ട സമയത്ത് അവളിങ്ങനെ ജോലിയും കഴിഞ്ഞ് അങ്ങോട്ട് വരുമായിരുന്നു. വന്ന വഴിക്ക് ഞാനിതേപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് കൈ കാണിച്ച് അവൾ നിർത്തി. അവൾ പറഞ്ഞ് ഇതാണ് ഇതാണൊരു അവൾ പറഞ്ഞ് ഇതാണ് എൻ്റെ മര്യാദ, വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഞാൻ ഇന്ന ജോലിയാണ്, അതുകൊണ്ട് എൻ്റെ പുറകെ നടക്കരുത്, ഞാൻ പോലീസിൽ പറയും, എൻ്റെ ചേട്ടൻ്റെ അടുത്തൊക്കെ പറയുമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഒരു വണ്ടി നിർത്തിയേക്കുന്നുണ്ടോ, അവിടെ വെച്ചാണ്ടായിരുന്നു അവളെ അതേപോലെ കണ്ട് ഞാൻ നിർത്തിയിട്ട് വണ്ടിയുടെ സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. ഇതേപോലെ വണ്ടി വെച്ചേക്കുന്ന പോലെ സ്റ്റാൻഡ് വെച്ച് അത് ഇറക്കുമായിരുന്നു. അവളെ കണ്ട് പെട്ടെന്ന് ഇതാക്കിയിട്ട് വണ്ടി കയ്യേ നിന്നില്ല, കാലങ്ങ് സ്ലിപ്പായി പോയി. വണ്ടിയും മറിഞ്ഞ് ഞാനും മറിഞ്ഞു. ഞാൻ മറിഞ്ഞു കുത്തി അങ്ങ് വീണ് കേട്ടോ അവളുടെ ഫ്രണ്ടിൽ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുക. ഞാൻ ഇവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവള് സംസാരിക്കാൻ സമ്മതിക്കുന്നൊന്നുമില്ല. ഇവള് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞ് അങ്ങ് പോയി. എന്നിട്ട് ഞാൻ ഇതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ അതിന് കുറച്ച് വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴാണ് സത്യത്തിൽ, ഇപ്പോഴല്ല ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് മനസ്സിലായ എന്തു കാരണം കൊണ്ടാണ് അവൾ ഇങ്ങനെ ഇതാക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അവളെന്ന് പറയുന്നത് തന്നെ അതൊരു മര്യാദകേടാണ്. സത്യം പറഞ്ഞാൽ ആ പെണ്ണെന്നോ അറിവ് വിവരം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റുമോ? പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വേറെ പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് ഇവിടെ ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും, എപ്പോഴും വരുത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇത് മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ടോ, മരങ്ങളൊക്കെ മുറിച്ച് വല്ലാണ്ടാക്കി. അൽക്കേഷ്യ മരം മാത്രം മുറിക്കുവാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. പണിക്ക് ജോലിക്കൊക്കെ പോകുമ്പം ഉറക്കവും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അടുത്ത ദിവസം എന്തായാലും വണ്ടിയുടെ സർവീസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ A-to-Z വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ട് കണ്ടൻ്റ് ഇല്ല. ഇത് കണ്ടൻ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ചുമ്മാ വീഡിയോസ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഒരുമാതിരി എനിക്ക് തന്നെ വല്ലാണ്ട് ഇതാവുന്നു. നമ്മൾ തന്നെ കണ്ടവാനെ ചിന്തിച്ച് കാടും മലയൊക്കെ കയറിപ്പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. മറ്റേ വീഡിയോ ഇവിടെ വേണേൽ ഒരു ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് മാത്രം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് മാത്രം താല്പര്യമുള്ളത് കാണുക. ബാക്കി പഴയ ഒരു വീഡിയോസും എൻ്റെ എടുത്ത് നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ആരെയും ഇതാക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഇതിനൊരു വല്ലാത്ത സംഭവമുണ്ട്. ആ സംഭവം ഈ പ്രായത്തിൻ്റെ വെച്ച് മനസ്സിലാക്കാൻ പറ്റി ഏതുകൊണ്ടാണോ അതോ ഇപ്പോൾ അങ്ങനെ തോന്നുന്നതുകൊണ്ടാണോ, അതങ്ങനെ തോന്നുന്നത്
പോലെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വണ്ടിയുടെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. വണ്ടി മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വേണമെങ്കിൽ ഒരു വീഡിയോ, അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ. എപ്പോഴും ഇവിടെ വണ്ടി പോക്കാണ് കേട്ടോ, ഫുള്ള് വണ്ടി പോക്കാണ്. അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ശരി ഗൈസ്, വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദിയുണ്ട്. എന്നാൽ ശരിയെന്നാൽ.